ടെലിഫോൺ മണി പോൽ സിരിപ്പ് വഴിവടാ. ഇനി എവനാവത് ഗവൺമെന്റ് ഓഫീസിലെ ലഞ്ചോൺ വായ തുറന്നാ കുത്തുവേ. അപ്പൊ നീയാണ് പോൾ ബാർബർ അല്ലേ? നിന്റെ അച്ഛനാണ് പോൾ ബാർബർ. ഇന്ന് വരാം. തല്ലുകൊള്ളും. Shut your bloody mouth, I say. ഈ മൊയ്ദിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈയും ഇല്ല. We like Indians. All Indians are our brothers and sisters. Hello everybody. Welcome to Eastern Kattrumba Kurthakeda Unlimited, co-powered by Sumix Kidswear and Odysseus Classmate Shoes and Backpacks. ഇന്നത്തെ എപ്പിസോഡ് വളരെ സ്പെഷ്യൽ ആണ് ബിക്കോസ് ഇന്ന് ഇവിടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്താണെന്നറിയില്ല, ചിലപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. കുഞ്ഞുങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ് ബിക്കോസ് നല്ല ക്ലൈമറ്റ് ആണ്, നല്ല തണുപ്പാണ്. കേരളമൊക്കെ ഇങ്ങനെ മഴയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മുടെ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസുകളും കൂടി കാണണമെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഇസ് ഗോണ ബി ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പം നല്ലൊരു സ്പെഷ്യൽ ഗസ്റ്റ് നമുക്കുണ്ട്. അദ്ദേഹം പുറകിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാളവികയാണ്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് മാളുകുട്ടി. ഓക്കെ, ഇന്നലെ നമ്മൾ മാളവികനെ പാട്ട് പാടിപ്പിച്ചാണ് എൻട്രി ചെയ്തത്. പക്ഷെ ഇന്ന് ഞാൻ വെറുതെ വിടുകയാണ് ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ടോർച്ചർ യു ബിക്കോസ് കുട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ബെഗ് ചെയ്തു അങ്ങനെ ചെയ്യിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട്. ബട്ട് വാട്ട് യു ഹാവ് ടു ടെൽ ദ പ്രേക്ഷകർ ബിക്കോസ് ഇവിടെ ഓൾമോസ്റ്റ് 3-4 ദിവസമായിട്ടുണ്ട്. അപ്പം കട്ട്റുമ്പിന്റെ ഈ ഫാമിലിയിൽ വന്നതിന് ശേഷം ഹൗ ഡു യു ഫീൽ ആൻഡ് ഹൗ ഇസ് ദിസ് എനർജി ഓവർ ഹിയർ? കട്ടുറുമ്പ് സമയം കിട്ടാറുള്ളപ്പോഴൊക്കെ കാണുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. ബിക്കോസ് വേറെ ഏതൊരു പ്രോഗ്രാം കാണുന്നതിനെക്കാട്ടും കൂടുതൽ ഒരു പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ് കിട്ടുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് കട്ടുറുമ്പ്. പക്ഷെ അത് കാണുന്നതിനെക്കാട്ടും കൂടുതൽ എനർജി ആസ് യു സെഡ് ബിഫോർ ഇവിടെ വന്നപ്പോൾ കിട്ടി. ബിക്കോസ് ഐ നോ വൈ യു ആർ ബിക്കമിങ് സോ പോസിറ്റീവ് ആൻഡ് ഹാപ്പി ബിക്കോസ് യു ആർ സറൗണ്ടഡ് ബൈ യങ് ഫ്രഷ് യാ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവരിൽ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള പിള്ളേരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും ഐ വോണ്ട് ടു വിഷ് എവറി വൺ ഓൾ ദി വെരി ബെസ്റ്റ്. Would you like to tell them how difficult it is to do a show like this? Because എല്ലാവരും പറയും പെട്ടെന്ന് സജഷൻ കൊടുക്കാനൊക്കെ ഈസിയാണ്, പക്ഷെ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് അവരെ ട്രെയിൻ ചെയ്യുക, അവരുടെ ഒരു കൺവീനിയൻസ്. ഇപ്പൊ കുട്ടികൾ ഇവിടെ വന്ന് ചെയ്യുന്ന ഓരോ കാര്യവും ലൈക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. ബിക്കോസ് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നുമെങ്കിലും അതിന്റെ പിന്നാലെ കുറെ ഹാർഡ് വർക്ക് ഉണ്ട്, കുറെ പേരുടെ പ്രയത്നമുണ്ട്, അവരുടെ പാരന്റ്സ് ഉണ്ട്, ഗ്രൂമേഴ്സ് ഉണ്ട്, എല്ലാവരുടെയും. അപ്പോൾ ഐ റിയലി വാണ്ടഡ് ടു കൺഗ്രാജുലേറ്റ് ഓൾ ഓഫ് ദം. പിന്നെ കീപ് സപ്പോർട്ടിങ് ദം, കീപ് എൻകറേജിങ്. അവർക്ക് ഇനിയൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട് ഹെഡ്. സോ കീപ് ഗോയിങ്, കീപ് മൂവിങ്, കീപ് റോക്കിംഗ്. താങ്ക് യു സോ മച്ച് ആൻഡ് പ്ലീസ് ബി. Eastern Kattrumba Kurthakeda Unlimited, co-powered by Sumix Kidswear and Odysseus Classmate Shoes and Backpacks. Malavika, Tamil, നമ്മൾ പിന്നെ തമിഴിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഐ ഡോണ്ട് നോ വൈ ബട്ട് ഐ ആം എൻജോയിങ് ഇറ്റ്. ആൻഡ് യു എൻജോയിങ് ഇറ്റ്? ശരിക്കും തമിഴ് മലയാളികളും തമിഴ് സിനിമയ്ക്ക് ഒരേപോലത്തെ വെൽക്കം ആണ് കേരളത്തിലും. ഇഫ് യു സി വിക്രം ആണെങ്കിലും വിജയ് ആണെങ്കിലും ഇവരുടെയൊക്കെ. സോ ഇനി നമ്മളുടെയൊക്കെ എന്താ പറയാ, തമിഴ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന 2 പേരുണ്ട്, രജനികാന്തും കമൽഹാസൻ സർ. ഇവർ 2 പേരും, രജനി സർ ആൻഡ് കമൽ സർ എന്ന് പറഞ്ഞാൽ ഇവരുടെ അഭിനയത്തിന് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തെന്നാണ് നമുക്ക് യുനോ. സോ കമൽഹാസൻ സർ ഡബിൾ റോളിൽ അഭിനയിച്ച ഒരു സിനിമയാണ് ഇന്ത്യൻ എന്ന മൂവി. അതിലൊരു പാട്ടുണ്ട്, ഒന്ന് പാട്ട് പാടാവോ? അതിലെ പോളി ചേച്ചി പാടുന്നതായിരിക്കും. ഞാൻ പാടാം. ടെലിഫോൺ മണിപ്പോൾ സിരിപ്പവലിവലാ. അത് ടെലിഫോൺ അല്ല, അത് ടൈപ്പ് റൈറ്റർ ആയിരുന്നു. എന്തായാലും അതുപോലെ ഒരു പാട്ടും പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഡബ് സ്മാഷിലേക്ക് നമുക്ക് പോകാം. പ്രമാദം കുറുക്ക് വഴിയിல പോയി கடைசியில சேர வேண்டிய இடத்துக்கே வந்து சேர்ந்துட்டு பத்தியா. அன்னைக்கு 500 ரூபாய் லஞ்சம் கொடுக்காததுனால பெத்த மகளையே கொண்டுட்டேன்னு சொன்னல. இன்னைக்கு 5000 ரூபாய் லஞ்சம் வாங்கிட்டு 40 பேரை கொண்டிருக்க. அத்தனை பேர் குழந்தைங்க. எவ்வளவு பெரிய கொலகாரண்டா நீ. ஒன்னு தாண்டா முதல்ல தீத்து கட்டணும். விளையாடுறீங்களா? நீங்க பெத்த புள்ளப்பானா? என்ன குத்துவீங்களா? ஆமாண்டா, ஊர்ல இருக்கிற களையெல்லாம் புடுங்கிட்டு இருந்தேன். என் காலடியிலேயே ஒரு களை முளைச்சிருக்கு.
நீ செஞ்சது சாதாரண குத்தம் இல்ல, தேச துரோகம். நீ ஒருத்த வாங்குறதுனால உனக்கு கீழே இருக்கிற அத்தனை பேரும் வாங்குற. இப்படித்தான் பொதுப்பணித்துறை, போக்குவரத்து துறை, நிதி, மின்சாரம், உணவு, சுகாதாரம், கல்வி, காவல், தொழில், நீ எல்லா துறையிலையும் வாங்கி வாங்கி நாட்டை வளர விடாம கெடுத்து கூட்டிட்டேவராக இருக்கீங்க. நல்ல காத்து இல்ல, நல்ல பொருள் இல்ல, நல்ல சாப்பாடு இல்ல, ஏகப்பட்ட இயற்கை வளங்கள் இருந்து இந்த நாடு பிச்சைக்கார நாடாவே இருக்கு. ஒவ்வொரு இந்தியனும் கடனாளியான தண்டம் மிச்சம். பக்கத்துல இருக்கிற குட்டி குட்டி தீவெல்லாம் பெரிய பெரிய நாடா வளர்ந்திருக்க. எப்படி? என்ன பொறுத்த வரைக்கும் களதான். ஒன்னு குத்திட்டு தான் மறுவேலை. அப்பா என்ன விட்டுருங்கப்பா, நான் தெரியாம செஞ்சுட்டப்பா. நாட்டுல இருக்கிற ஒவ்வொருத்தனும் சொல்ற சாக்கு, எக்ஸ்கியூஸ். தெரியாம செஞ்சுட்டேன். தெரியாம செஞ்சதாடாது. பிரேக் இல்லாம வண்டியை ஓட்டி அடிச்சு யாரையும் கொண்டுடக்கூடாதுன்னு தான் பிரேக் இன்ஸ்பெக்டர்னு ஒரு உத்தியோகம் இருக்கு. எப்படி விளைவு இவ்வளவு சீரியஸா இருக்குன்னு எதிர்பார்க்கலப்பா. நான் அந்த கோரத்தை கண்ணை பார்த்ததுக்கு அப்புறம் தெரிஞ்சிட்டப்பா. எனக்கு குத்தாத. திருந்தி இருந்தா ஆக்சிடென்ட் ஆன ஒண்ணு போலீஸ்ல போய் சரணடைஞ்சிருக்கணும். அதை விட்டுட்டு இன்ஸ்பெக்டருக்கு டிவி, டாக்டருக்கு லேசர் டிஸ்க்னு மறுபடியும் லஞ்சத்தை ஆரம்பிச்சு வச்சிருக்கேன். இந்த 2 பேர் வாங்கினா 2 நாளாகும், 4 8 ஆகும், 8 16 ஆகும். மறுபடியும் நாடு பூரா லஞ்சம் புத்து நோய் மாதிரி பரவும். நான் விட மாட்டேன். கொஞ்சம் யோசனை பண்ணி பாருங்கப்பா. கல்யாணம் 15 வருஷமா உங்களுக்கு அம்மாவுக்கும் குழந்தை கிடையாது. நீங்களும் அம்மாவும் கோயில் கோயிலா ஏறி இறங்கி தவம் இருந்து பிறந்த பிள்ளைப்பா. நான் கஸ்தூரியும் கருகிட்டா. இப்ப உங்களை கடைசி காலத்துல கொல்லி போடுறதுக்கு நான் ஒருத்தன் தான் இருக்கேன். என்ன கொல்றீங்கிறீங்களே? என் மேல கருணையே இல்லையா? என் மேல பாசமே இல்லையாப்பா? இன்ஸ்பெக்டருக்கு கலர் டிவி, பெத்தப்பனுக்கு பாசமா? அப்படி இல்லப்பா. நீ தப்பிக்கிறதுக்கு லஞ்சத்தை படமா கொடுத்த, பொருளா கொடுத்த. இப்ப பாசமா எனக்கே கொடுக்கறியா? களை இல்ல, விஷச்செடி. இந்த சேனாபதி கோர்ட்ல மன்னிப்பே கிடையாது. மரண தண்டனை தான். எல்லாத்துக்கும் பதில் வச்சிருப்பீங்க நீங்க. யூ ஆர் கிரேசி. கொலை பிடிச்ச பைத்தியக்காரன். நான் கத்திய தூக்கினால தப்பே இல்லை. அந்நியர்கள் இந்த நாட்டை சுரண்டும் போது அடிச்சு அடிச்சு ரேக அழிஞ்சு போன கை இது. நம்ம நாட்டுக்காரனே சுரண்டும் போது பார்த்துக்கிட்டு சும்மா இருக்காது. இனி எவனாவது கவர்மெண்ட் ஆபீஸ்ல லஞ்சம் வாய திறந்தா குத்துவேன். லஞ்சம் கொடுத்தாலும் குத்துவேன். லஞ்சம் கொடுக்கலன்னு வேலையை தாமதம் பண்ணாலும் குத்துவேன். ஜெய் ஹிந்த். டெலிபோன் மணி போல் சிரிப்பு வழிவட, மெல்போன் மலர் போல் மெல்லிய மகளா, டிஜிட்டலில் செதுக்கிய குரலா, எலிசபெத் டெய்லர் மகளா, சாக்கிர் ஹுசைன் தபலா இவள் தானா? சோனா சோனா இவள் அங்கம் தங்கம் தானா? சோனா சோனா இவள் லேட்டஸ்ட் செல்லுலார் போனா, கம்ப்யூட்டர் கொண்டிவளை அந்த பிரம்மன் படைத்தானா? டெலிபோன் மணி போல் சிரிப்ப வெளிவள, மெல்போன் மலர் போல் மெல்லிய மகளா. நீ இல்லை என்றால் கருவி இருக்காது, மறையழகு இருக்காது. நீ இல்லாமல் போனால் இதயம் இருக்காது, என் இளமை பசிக்காது. வெள்ளை நதியே உன் உள் என்னை தினம் மூழ்கியாட விடு. வெட்கம் வந்தால் உங்கள் கொண்டு உன்னை கொஞ்சம் ஓடிவிடு. டெலிபோன் மணி போல் சிரிப்பு வழிவட, மெல்போன் மலர் போல் மெல்லிய மகளா, டிஜிட்டலில் செதுக்கிய குரலா, எலிசபெத் டெய்லர் மகளா, சாக்கிர் ஹுசைன் தபலா இவள் தானா?
ചാൻസ് ആയിരുന്നു. ബട്ട് യു നോ വാട്ട്, പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ് കെവിനും എവിനും ചെയ്തത്. മാത്രമല്ല നമുക്ക് ഈ കട്ടുറുമ്പിന്റെ ഫ്ലോറിൽ ഒരു പ്രിവിലേജ് ഉള്ളത് ഇവരുള്ളത് കൊണ്ട് ഡബിൾ റോൾ ഓഫ് കമൽ ഹാസൻ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റി. ആൻഡ് അടിപൊളിയായിട്ട് അവർ ചെയ്തു. നല്ലൊരു കൈ. ആൻഡ് മാലവിക, ടെലിഫോൺ മണിപ്പോൾ എന്നുള്ള പാട്ട് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? പ്ലീസ് കം ടു ദിസ്. ഒന്ന് വരൂ, സ്റ്റേജിൽ വരൂ. അംഗം തങ്കം താനാ സോനാ സോനാ. ടെലിഫോൺ മണി പോൽ സിരിപ്പ് വഴിവള, മെൽബോൺ മലർ പോൽ മെല്ലിയ മകള, ഡിജിറ്റലിൽ സെതുക്കിയ കുരല, എലിസബത്ത് ടൈലർ മകള, സാക്കിർ ഹുസൈൻ തബല ഇവൾ താനാ സോനാ സോനാ. ഇവൾ അംഗം തങ്കം താനാ സോനാ സോനാ. ഇവൾ ലേറ്റസ്റ്റ് സെല്ലുലാർ ഫോനാ, കമ്പ്യൂട്ടർ കൊണ്ടിവളை அந்த பிரம்மன் படைத்தானா. டெலிஃபோன் மணி போல் சிரிப்பவள் இவள, மெல்போர்ன் மலர் போல் மெல்லிய மகளா. സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി. മാളവിക, നല്ല ഗ്രേഷ്യസ് ആയിട്ട് യു പെർഫോംഡ് സോ വെൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഇന്ത്യൻസ്. താങ്ക് യു പിങ്കി. ബൈ. ഈസ്റ്റേൺ കട്ടുറും കുരുത്തക്കേട് അൺലിമിറ്റഡ് co-powered by Sumix Kids Wear and Odisea Classmate Shoes and Backpacks. ഇനി നമ്മൾ അക്കരെ പോവാൻ പോവാണ്. ബിക്കോസ് ലാലേട്ടനും ശ്രീനേട്ടനും ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ സ്ഥാനമില്ല. ബിക്കോസ് അവരുടെ പെർഫോമൻസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും എന്ന് പറയുന്നത് പോലെ ഇന്ന് ഇവിടെ ഒരു ഡബ് സ്മാഷ് ആണ് വരാൻ പോകുന്നത്. അക്കരെ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ സീൻ. എങ്ങനെയുണ്ട് എന്റെ മേക്കപ്പ്? ഒരാളും തിരിച്ചറിയില്ല, അസലായിട്ടുണ്ട്. ഞാൻ എങ്ങനെയുണ്ട്? നീ സാധാരണ കാണുന്ന പോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. ഇത് തന്നെയാണോ വീട്? അതെ. എവിടെയാ കീറിയ തുണി? എവിടെ? നമ്മളിപ്പോ നീഗ്രോകളാണ്, അലക്കുകാരാണ്. വീടുകളിൽ നിന്ന് അലക്കാനുള്ള തുണി കളക്ട് ചെയ്യാൻ ഈ വണ്ടിയുമായിട്ട് വന്നിരിക്കുകയാണ്. നീ അബദ്ധമൊന്നും കാണിക്കരുത്. എന്താ അബദ്ധം? ഞാൻ മേനോന്റെ ഭാര്യയായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇടക്കേറി ഒന്നും പറയരുത്. ഈ തുണിയുടെ ബാക്കി തുണി എവിടെ നിന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഒന്നാന്തരം തെളിവായി. കമാൻ. What do you want? We want clothes. What? We want your clothes. What do you mean? We Negroes. Cloth washing, laundry, Negroes. Shut up. I talking English. Shut your bloody mouth, I say. No washing, no clothes. Please, madam, you should help us. Give us any clothes. We will give you concession and you will get your clothes cleanly washed. We have already given to the laundry. No clothes here. Please, madam, go and check it. Let it be a torn cloth, black one, a black torn shirt inside. What the hell are you talking? He talking to English. I have seen you somewhere. Eh? No, madam. We are Negroes, see? We are original Negroes. Black Negroes. Please, madam, give us clothes. Don't you understand? We have already given the clothes to the laundry. മനസ്സിലായടാ? Okay, madam, could you please tell me where the laundry shop is so that we can go and collect the clothes from there? Yes. Why? Madam, somehow we want to wash your clothes. We'll do it freely because we like Indians. All Indians are our brothers and sisters. Okay, where is the shop? Okay. Go straight. Turn right. The first one. Oh, thank you very much, madam. Come on. Apatuni. അയ്യോ മലയാളിയാണോ? Excuse me, madam. Yes, may I help you? Is there anybody who has got an injury on his back who is being treated here? So many people are being treated here. What's your problem? I want to know whether
he is treated here for his back injury or not? Who? He is an Indian. What is his name? So many names? What? ഈ സ്ത്രീക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. തൊലി വെളുത്തിരുന്നാൽ മാത്രം പോരാ, അല്പം ബുദ്ധി വേണം. ആർക്കാ ബുദ്ധി വേണ്ടത്? ഒരു മലയാളിയെ കണ്ടത് ഭാഗ്യമായി. സിസ്റ്റർ എന്നെ കാര്യമായിട്ടൊന്ന് സഹായിച്ചേ പറ്റൂ. ഏതെങ്കിലും കേസിന്റെ കാര്യത്തിനോ അന്വേഷണത്തിനോ ഒന്നും വേണ്ടിയല്ല. ഒരു ഇന്ത്യക്കാരൻ, ഒരു മലയാളി, അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവ് പറ്റി. അയാളുടെ മുറിവിന് ചികിത്സിക്കാനോ എന്തിനെങ്കിലും ആശുപത്രി വന്നിട്ടുണ്ടോ? മലയാളിയാണോ? അതെ, തനി മലയാളി. മുതുകിന് താഴെ മുറിവ് പറ്റിയ ഒരു മലയാളിയെ അവിടെ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എവിടെ? 613. ചേടാ, അവൻ ഇപ്പോഴും ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. പോൾ ബാർബറെ, ശിവദാസ മേനോനെ, നിന്റെ മുറിവ് ഇതുവരെ കരിഞ്ഞിട്ടില്ലല്ലേ? ഊക്കനൊരു തെളിവോടുകൂടി ഞാൻ നിന്നെ പിടികൂടാൻ പോന്നു. തമിഴ്നാട് CID രാംദാസിന്റെ കയ്യിൽ നിന്ന് ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. വെക്കടാ, വെടി വെക്കടാ. ഓഹോ, അപ്പൊ നീയാണ് പോൾ ബാർബർ അല്ലേ? നിന്റെ അച്ഛനാണാ പോൾ ബാർബർ. എന്റെ അമ്മേ, ആലക്ക് കമ്പനിയിൽ അവിടെ ഇവിടെ പിടിച്ചു വെക്കി എല്ലാം കൂടി പൊട്ടിത്തെറിച്ച്, പിന്നെ അവിടുത്തെ വെളുപ്പന്മാരും കർമ്മന്മാരും കൂടി ഫുട്ബോൾ തട്ടുന്നത് പോലെ എന്നെ തട്ടി. എന്റെ അമ്മേ. ഓ, അപ്പൊ അതാണ് കാര്യം അല്ലേ? തല്ല് കിട്ടാനിടയുള്ള സ്ഥലത്തൊക്കെ നീ തന്നെയാണല്ലോ അയക്കാറ്. വിജയ, മാതൃരാജ്യത്തിന് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. പലതും സഹിക്കേണ്ടി വരും. വേലുത്തമ്പി ദളവ, പഴശ്ശിരാജ, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങി രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. അത് നീ മറക്കരുത്. ഓ, എനിക്ക് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. എന്റെ ജീവൻ ഇവിടെ വെച്ച് പോവുകയാണെങ്കിൽ എന്റെ ഡെഡ് ബോഡി എങ്ങനെയെങ്കിലും എന്റെ ബന്ധുക്കളെടുത്ത് എത്തിക്കണം. വിജയ, നിന്റെ ഡെഡ് ബോഡി എന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. നിന്റെ ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് വരാം. ഓക്കെ? സൂപ്പർ പെർഫോമൻസ്, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് യു നോ വാട്ട്, ലാലേട്ടനും ശ്രീനേട്ടന്റെയും ആ ഗെറ്റപ്പ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു അല്ലേ? അവരുടെ ഒരു മിനിയേച്ചർ വേർഷൻ പോലെ ഉണ്ടായിരുന്നു. I really liked it, man. എനിക്ക് നിന്റെ ലാസ്റ്റ് ഡയലോഗ് ഒക്കെ ഒന്നുകൂടി കാണിച്ചത്, നിന്റെ എക്സ്പ്രഷൻ. We love Indians. Clothes. We want clothes. ഏതായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. We really enjoyed it and I think you also did a brilliant job. ശരിക്കും എനിക്ക് തോന്നുന്നു ടൈമിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് ടൈമിംഗ്. അതാണ് കട്ടുറുമ്പിലെ പിള്ളേരുടെ ഒരു സ്പെഷ്യാലിറ്റി അല്ലേ? കറക്റ്റ് സമയത്ത് കറക്റ്റ് ഡയലോഗ് പറഞ്ഞു. ആൻഡ് യു ഗൈസ് ഡിഡ് എ ബ്രില്യന്റ് ജോബ് ടു. സോ നല്ലൊരു കൈഡി ഫോർ ദിസ് ഹോൾ ടീം. താങ്ക് യു ഗൈസ്. Thank you. ബൈ. Eastern Katturumbu Kurthakkede Unlimited, co-powered by Sumix Kids Fair and Odisea Classmate Shoes and Backpacks. ഇനി അടുത്തതായി ന്യൂസ് ടൈം ആണ്. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3. ആരാണ് വായിക്കാൻ പോകുന്നത്? ഇറ്റ്സ് വിസ്മയ. നമസ്കാരം. കുരുത്തക്കേട് വാർത്തകൾ വായിക്കുന്നത് വിസ്മയ ബിസ്ക്കറ്റ്. അല്ല, വിസ്മയ ബിസ്മി. പ്രധാന വാർത്തകൾ. കട്ടുറുമ്പിലെ പ്രധാന മേക്കപ്പ് മാൻ രാജേഷ് പിരിഞ്ഞുപോയി. ഷൂട്ട് ഏറെ വൈകിയതിൽ പ്രതിഷേധിച്ച് കണ്ണി കണ്ട മദ്യമെല്ലാം കുടിച്ച് വീട്ടിലെത്തി ഭാര്യ ചായ കൊടുത്തപ്പോഴാണ് രാജേഷ് പിരിഞ്ഞത്. അടുത്ത വാർത്ത. പേളി മണിക്ക് ഡോക്ടറേറ്റ് നൽകി. പലതരം വെട്ടിയിട്ട തുണികളെല്ലാം ഒന്നാക്കി കോസ്റ്റ്യൂം ധരിക്കുന്നതിനാണ് ഡോക്ടറേറ്റ് നൽകിയത്. പാലാരിവട്ടത്തുള്ള ശംഭു തുന്നൽ കടയാണ് പേളി മണിക്ക് ഡോക്ടറേറ്റ് നൽകിയത്. അടുത്ത വാർത്ത. വിജയ് ഫാൻസ് രക്തം നൽകി മാതൃകയായി. വിജയ് ഫാൻസിലെ സുമേഷ് 26 ഇന്നലെ രാത്രി വിജയുടെ പടം ഫസ്റ്റ് ഷോ കാണാനായി ഷേണായ്സിന് മുന്നിൽ കിടന്നുറങ്ങി. കൊച്ചിയിലെ കൊതുകുകൾക്ക് രക്തം നൽകി മാതൃകയായത്. അടുത്ത വാർത്ത. ന്യൂസ് ഇംപാക്ട്. വരൾച്ച നേരിടുന്ന കേരളം. വാർത്തകൾ വിശദമായി. കോഴിക്കോട് നിന്നും കാശിറാം ചേരുന്നു. മീൻകച്ചവടക്കാരനെയൊക്കെ റിപ്പോർട്ടറാക്കിയ ഇങ്ങനെ ഇരിക്കും. എടാ, അവിടുത്തെ വിശേഷങ്ങൾ പറ. വരൾച്ചയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വിസ്മയ, ഇവിടെ മഴ പെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ആവശ്യപ്രകാരം 50,000 ലിറ്റർ വെള്ളമാണ് ഫയർഫോഴ്സ് മുകളിലേക്ക് അടിച്ച് മഴയാക്കിയത്. മഴ പെയ്യണം, മഴ പെയ്യണം, മഴ തെന്നി തെന്നി പായണം. മഴ പെയ്യണം, മഴ പെയ്യണം, മഴ തെന്നി തെന്നി പായണം. മഴ നനഞ്ഞ ജനങ്ങൾ സന്തോഷത്തോടെ
വീട്ടിലേക്ക് മടങ്ങി. വെള്ളം വെറുതെ കളഞ്ഞതെന്ന് ജോലി പോയ ഫയർഫോഴ്സ് സങ്കടത്തോടെ വീട്ടിലേക്ക് മടങ്ങി. കട്ടുറുമ്പിലെ അമ്മമാർക്ക് അത്ഭുത രോഗം. വലത് കൈ വിരൽ തുമ്പുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം നീരും വേദനയുമാണ് ഈ അസുഖത്തിന്റെ ലക്ഷണം. ഈ രോഗത്തിന്റെ കാരണം എന്താണെന്ന് പ്രശസ്ത ഡോക്ടർ കുൽക്കർണി പാത്ത് നിന്ന് ഗവേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ടെലിഫോൺ മണി പോൽ സിരിപ്പ് വെളിവള, മെൽബോൺ മലർ പോൽ മെല്ലിയ മകള, ഡിജിറ്റലിൽ സെതുക്കിയ കുരല, എലിസബത്ത് ടൈലർ മകള, സാക്കിർ ഹുസൈൻ തബല ഇവൾ താനാ. അമിതമായ വാട്സാപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ചാറ്റ് മൂലം മൊബൈലിൽ കുത്തിയാണ് രോഗം വരാൻ കാരണമെന്ന് ഡോക്ടർ പറഞ്ഞു. കുസൃതി കുട്ടികളുടെ കുസൃതിയും കുരുത്തക്കേടും മാറാൻ പുതിയ കഷായവുമായി കാടംകുളത്തിൽ വൈദ്യശാല വരുന്നു. വെറും ഒരു നേരം കഴിച്ചാൽ മതി മിനിറ്റുകൾക്കുള്ളിൽ ഫലം. ചൂരൽ കഷായമാണ് ഇവർ കണ്ടുപിടിച്ചത്. ഈ ചൂരൽ കഷായം കൊടുക്കുന്ന ആളിന് കുട്ടികളെ എന്തും പറയാം. ഇത് ബലമുണ്ടാവാൻ ഏറെ ഗുണം ചെയ്യും. അടുത്ത വാർത്ത, കുട്ടികൾക്ക് ഒരു സന്തോഷ വാർത്ത. ഉടൻ വരുന്നു കുട്ടികളുടെ യൂട്യൂബ്. രസകരമായ കാർട്ടൂണുകളും പാട്ടുകളും കളികളും നിറഞ്ഞ മൊബൈൽ ആപ്പാണ് ഇത്. 24 മണിക്കൂറും കുട്ടികൾ ഈ ആപ്പിൽ കയറിയിരിക്കുന്നത് കൊണ്ട് ഇത് മാതാപിതാക്കൾക്ക് ഒരു കിടിലം ആപ്പാകുമെന്നുള്ളത് ഉറപ്പായി. സ്പോർട്സ് വാർത്തകൾ. ലോക ഓട്ട മത്സരത്തിൽ ഇന്ത്യയിലെ അർച്ചന ആർ നായർക്ക് സ്വർണം ലഭിച്ചു. ട്രാക്കിൽ കിടന്നു കിട്ടിയ സ്വർണം തിരികെ നൽകിയാണ് ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയത്. ലോക അമ്പെയ്ത്ത് മത്സരത്തിൽ ഇന്ത്യക്ക് സ്വർണം നഷ്ടമായി. റഫറിക്ക് കണ്ണും നഷ്ടമായി. നിന്റെ മുരളിക കേൾക്കുമ്പോൾ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. അടുത്ത വാർത്ത, കാലാവസ്ഥ. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലെ ഗവേഷകന്റെ കാലിന്റെ അവസ്ഥ വളരെ മോശമായതിനാൽ ഇന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അവധിയാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത വായിക്കാൻ വിളിച്ചാ വായിക്കും, അല്ലാതെ വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണുന്ന സ്വഭാവം എനിക്കില്ല. നന്ദി, നമസ്കാരം. Eastern Katturumba Kurithakede Unlimited, co-powered by Sumix Kidswear and Odisha Classmate Shoes and Backpacks. ആമിന ടൈലേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു മലയാളത്തിൽ. ഭയങ്കര ഒരു എവർഗ്രീൻ മൂവിയാണ്. ആക്ച്വലി ഓണസ്റ്റ്ലി ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, ബട്ട് ഡെഫിനറ്റ്ലി അതിലെ കുറച്ച് സീൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു ഡബ് സ്മാഷ് കണ്ടാലേ ഇത് ഏത് സിനിമയാണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മ വരുള്ളൂ. ആമിന ടൈലേഴ്സ് എന്ന് പറയുന്ന മൂവിയിലെ ഒരു അടിപൊളി രംഗം കണ്ടെത്തിച്ചു തരാം. നിനക്കൊക്കെ പോയി വല്ല കന്നല്ലേ മേച്ചൂറ. പഠിക്കാൻ വന്നാ പഠിക്കണം. ഇതെന്താ ചന്തപ്പരയാ? എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ? അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം. എല്ലാവരും പുസ്തകം എടുത്തേ. കേട്ടെഴുത്താണ്, കേട്ടെഴുത്തേ. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിൽക്ക്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്നേ. ക്ഷമിക്കണം, ക്ഷമിക്കണം. അച്ഛനുണ്ടോ? അച്ഛനുണ്ടോ? കിടപ്പിലാണ്. അമ്മയുണ്ടോ? അമ്മയുണ്ടോന്ന്. കുഴപ്പമില്ല. പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? ഭാഷ ഏത് പാടത്തിലെയാ? നീ മലയാളം പഠിച്ചതല്ലേ? എഴുതടാ. പട്ടി ഉണ്ടോ? കെട്ടിയിടാം. ഇന്ന് വരാം. ഇന്ന് വരാം. തല്ലുകൊള്ളും. ഓ ആരാടാ കുവിയത്? ആരാടാ കുവിയത്? എല്ലാവരും നിന്നെ ഞാൻ തല്ലണില്ല. മൂത്തോരെ തല്ലി നരകത്തിൽ പോയി ഞാൻ തയ്യാറല്ല. നീ ഇറങ്ങട്ടാ ചവി ആടിന്റെ പീ അത്രയല്ലേ ഉള്ളൂ. നീ ഇങ്ങോട്ട് നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇരുന്നാലേ ബാക്കിയുള്ള കുട്ടികളും കൂടി ചീത്തയാവുള്ളൂ. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുറെ കാലായില്ലടാ വന്ന് നരകണേ. എന്താ മൊയ്തുക്ക? മോന്റെ ഒരു കത്ത് വന്നിരിക്കുന്നു. വൈകുന്നേരം വരെ ഇതും കൈ പിടിച്ച് കുത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷെ. ഇതാ പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത്. അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ. അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു.
ഉപ്പ പറഞ്ഞ തുക 1 മാസത്തിനകം അയക്കാം. ഈടിയുടെ പണി തുടങ്ങിക്കോളൂ. അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട്. മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ റഹീം. ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ പീഡന്റെ പണി അങ്ങോട്ട് മുയിപ്പിക്കാല. ഓന്റെ കായ് വരുമല്ലോ. അത് നന്നായി പഠിക്കണില്ലേ അബ്ദു? ബമ്പനോയെ ഓന്റെ ബാപ്പാക്ക് ഒറ്റ വിചാരേ ഉള്ളൂ, ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം. എന്റെ കർത്താവേ, എന്താ മാഷെ? ഒരു ചെറിയ മിന്നലെ പോയി 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 പോയി. അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ മാഷക്കൊരു മുന്തിയ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരാൻ ഞമ്മള് പറയാം. എന്തേ എന്തിനിട കുട്ട ഇവിടെ വന്ന് നിക്കണേ? നീ ക്ലാസ്സിലേക്ക് പോടാ. ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്താ തേജു ഇത്? സൂപ്പർ പെർഫോമൻസ്. ഹൗ വാസ് ഇറ്റ്? തേജു, എങ്ങനെയാ തേജു നീ ഇത്രയും നന്നായിട്ട് അഭിനയിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും മാളവിക ഞെട്ടിയിരിക്കുകയാണ്. സത്യം. ഇനി മാളവിക, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. തേജു എന്നത്തെയും പോലെ അടിപൊളിയാക്കി കലക്കി. പിന്നെ നമ്മുടെ ടീച്ചറും സൂപ്പർ ആയിരുന്നു. എല്ലാവരും നന്നായി തന്നെ ചെയ്തു. സൂപ്പർ. സോ എല്ലാവർക്കും ഇതെന്താ അവാർഡെന്നറിയോ? സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാ. സ്ട്രേറ്റ് അവാർഡ് കിട്ടിയ എങ്ങനെയാ? 1 2 3 ഹൈ, ഇതാണോ? ഓക്കെ, ബൈ, സീ യു. हाय हिलने नचे ता तू बड़ी जच्चे, हाय हिलने नचे ता तू बड़ी जच्चे. एक एक ठुमके पे 100 ताड़ियां. Happy birthday to you, and may all your dreams come true. I was about to guess. Oh, thank you. നോക്കട്ടെ, കേക്ക് നോക്കട്ടെ. സൂപ്പർ കേക്ക്. നമുക്ക് എല്ലാവർക്കും മുറിക്കാം, ഒരുമിച്ച് മുറിക്കാം. Happy birthday celebration, party night, we feel the vibration. Lights are bright, we feeling alright, we dancing till the morning light. Happy birthday celebration, everybody get the temptation. Once again, this is your night, and everyone feels right. Happy birthday to you, and may all your dreams come true. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഗെയിം? സൂപ്പർ ആയിരുന്നു. താങ്ക് യു സോ മച്ച് കട്ടുറുമ്പുകളെ. അവരൊക്കെ കൈ കഴുകാൻ ഓടിയതാ. അതെ, അപ്പൊ ആക്ച്വലി ചേച്ചിയുടെ ബർത്ത്ഡേ നമ്മൾ ലേറ്റ് ആയെങ്കിൽ കൂടി ഐ വിഷ് യു വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ബട്ട് ഇറ്റ്സ് ഓക്കേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവറിബഡി. കട്ടുറുമ്പിന്റെ ഫുൾ ക്രൂ ഇത് സസ്പെൻസ് ആയിട്ട് വെച്ചതിൽ താങ്ക് യു സോ മച്ച് and love you all. Keep spreading this vibrance, love and happiness to everyone. Thank you Wills. I have to say thanks to Satish, everybody, art department. ഈ കേക്ക് വാങ്ങിച്ച തേജു വരൂ. എന്താ അവസ്ഥ? തേജു ഭയങ്കര അവിടെ നോക്കൂ, ഒരാൾ കേക്കിൽ കുളിച്ച് നിൽക്കുകയാണ്. തേജു, നീ എനിക്ക് ബർത്ത്ഡേ വിഷ് ഒന്നും പറഞ്ഞില്ലല്ലോ, നേരെ കേക്കിലേക്ക് ചാടി. ഒരു ഹാപ്പി ബർത്ത്ഡേ പാടിക്കേ എനിക്ക് വേണ്ടി. ഹാപ്പി ബർത്ത്ഡേ ടു എസ്ടി. എന്റെ പേര് വെച്ചിട്ട് എങ്ങനെയുണ്ടാ കേക്ക്? എങ്ങനെയുണ്ട്? അടിപൊളി. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്, co-powered by Sumix Kids Wear and Odisea Classmate Shoes and Backpacks. ഇനി നമ്മൾക്കൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് കട്ടുറുമ്പുകൾ ഇവിടെ ഉണ്ട്. പുറത്തു പോയാലും പിന്നെ ഇവരുടെ പെർഫോമൻസുകളായാലും പ്രേക്ഷകർ എപ്പോഴും ഓർത്തിരിക്കുന്ന പെർഫോമൻസുകൾ നമുക്ക് നൽകിയിട്ടുള്ള ലക്ഷ്മി കുട്ടിയുടെ ഒരു സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ആണ് ഇനി അടുത്തത് വരാൻ പോകുന്നത്. കാത്തിരുന്ന് പുഴമിലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി വേനലിൽ ദലങ്ങൾ പോൽ വളകളൂർന്നു പോയി. ഈ മൊയ്തീനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈയും ഇല്ല. ഒന്നുകൂടി വിളിച്ചു നോക്കാം. കാഞ്ചനമാലേ,
വൈദ്യനെ നീ എവിടെയാ? എത്ര നേരെ കാത്തിരിക്കുന്നു? കാഞ്ചനമാലെ, ഞാൻ നിന്റെ തൊട്ടടുത്തുണ്ട്. എവിടെ? നീ എന്നെ തിരിഞ്ഞു നോക്ക്. പണ്ടൊന്ന് തിരിഞ്ഞു നോക്കിയതാ, ഇപ്പൊ ഞാൻ നിന്റെ പുറകെ കടന്ന് തിരിഞ്ഞു കളിക്കുന്നത്. കണ്ണോണ്ട് ചൊല്ലണ് മിണ്ടാണ്ട് മിണ്ടണ് പുന്നാരപ്പനന്തത്ത ദൂരെ ചുണ്ടോണ്ട് ചൊന്നത് നെഞ്ചോണ്ട് കേക്കണ പഞ്ചാരപ്പനന്തത്ത കൂടെ പൂവരശിൻ ചില്ലയൊന്നിൽ കിളി രണ്ടും കൂടണഞ്ഞേ മാരിവില്ലിൻ തേരിറങ്ങി മഴ വന്ന് കൂട്ടിരുന്നേ മഴ വന്ന് കൂട്ടിരുന്നേ. ഞാൻ പിണക്കുവാ. പിണക്കുവാണോ? മൊയ്തീനെ ഞാൻ എത്ര നേരം ഇവിടെ കാത്തിരിക്കും അറിയില്ലേ? ഇതിനിടയിൽ ഒരുത്തൻ എന്നെ ലൈൻ ഇടാൻ നോക്കി. എന്നിട്ട് നീ അവന്റെ വലയെ വീണോ? ഏയ്, ഞാൻ മൊയ്തീന്റെ വലയിൽ വീണ് കിടക്കുവല്ലേ? അല്ലേലും എനിക്ക് വരാനുള്ള എന്നെ തേടി വരും. നീ എന്റെ വലയെ കയറി അന്ന് മുതൽ എന്റെ നിക്കർ വല പോലായത്. തനിക്കില്ലാത്ത സാധനത്തിന്റെ പേര് മണ്ണ് ഷൈൻ ചെയ്യാൻ വന്നോണ്ടല്ലോ. അയ്യോ, ഞാൻ അത് കണ്ടിട്ടുമില്ല, നിന്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. മൊയ്തീനെ, കാഞ്ചനമാലെ, നിനക്കറിയാമോ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന്? ഞാൻ മരിച്ചു കഴിഞ്ഞാലും ആകാശത്തൊരു വെളുത്ത നക്ഷത്രമായി ഞാൻ നിന്നെ നോക്കി ചിരിക്കും. അതെന്താ? പണ്ടേ കളിയാക്കി ചിരിക്കുന്ന എനിക്ക് ഇഷ്ടമാ. ചിരിച്ചോ, അവസാനം കരയേണ്ടി വരും. എവിടാ മൊയ്തീന്റെ സ്ഥലം? മുക്കം. മനസ്സിലായില്ല. എന്താ ഇത്? മൊയ്തീൻ മുക്കത്തുള്ളയാന്ന് എല്ലാവരും അറിയട്ടെ. മുക്കിയതാ. ഈ മുക്കല് കഴിഞ്ഞിട്ടൊന്ന് വീട്ടിലേക്ക് വരണം. ഞങ്ങളുടെ വീട്ടിലും കുറെ തുണി മുക്കാനുണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം, നമ്മുടെ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താ മൊയ്തീനെ, വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ? അതൊന്നുമല്ല, ഞാൻ നിന്റെ അനിയത്തെ കണ്ടു. സൂപ്പർ. അല്ലേലും എനിക്ക് അറിയാം മൊയ്തീനെ, നിങ്ങൾ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് ഒരു സ്നേഹവും ഇല്ല. കാഞ്ചനമാലെ, നീ അങ്ങനെ പറയില്ല. ഈ കാഞ്ചന മൊയ്തീനുള്ളതാ. എന്നാ പിന്നെ ഒരു പാട്ടായാലോ? എന്നാ നമുക്ക് നേരത്തെ പാട്ടിന്റെ പകുതിയിൽ നിന്ന് തുടങ്ങാം. ആറ്റിറമ്പും പൂവരമ്പും വീശും കാറ്റിൻ കാതിൽ ഏതോ കാര്യം ചൊല്ലി മെല്ലെ കാഞ്ചനമാലെ, നിന്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരും. സാധിക്കുവോ? സാധിക്കില്ലെങ്കിൽ സിദ്ധിക്കെങ്കിലും വരും. ഇത് വാക്കാണ്. വാക്കാണ് ഏറ്റവും വലിയ കുരു. എന്ത്? അല്ല, പിന്നെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. എന്നെ ഒരു സിനിമ കാണിക്കാന്ന് പറഞ്ഞിട്ട് മൊയ്തീൻ ഇതുവരെ കാണിച്ചോ? ഏത് സിനിമയാ ഞാൻ നിന്നെ കാണിക്കണ്ടേ? ചിക്കൻ കോക്കാച്ചി. അതിനെന്തിനാ സിനിമയ്ക്ക് പോന്നെ? രാവിലെ എഴുന്നേറ്റ് നീ കണ്ണാടി നോക്കിയാ പോരെ. എന്നെ കളിയാക്കണ്ട. നമ്മുടെ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു. എന്നിട്ട് അത് നടക്കില്ല മൊയ്തീനെ, നടക്കില്ല. അയ്യോ, അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും? അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്ത് വഴി? എന്താ ഇത്? വിഷം. വിഷമാണെങ്കിൽ പറയണ്ടേ? അയ്യോ, വിഷമമല്ല, വിഷം. ഈ വിഷം കഴിച്ച് നമുക്ക് ചാകാം. ആദ്യം എന്റെ മൊയ്തീൻ കുടിക്കണം. ഞാനോ? എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ മൊയ്തീൻ ഇത് കുടിക്കണം. നീ കുടിക്ക്. വേണ്ട, മൊയ്തീൻ കുടിക്ക്. എനിക്ക് വിഷം കഴിച്ച് വലിയ ശീലമൊന്നും ഇല്ല. കാഞ്ചനമാല കുടിക്ക്. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ കുടിക്ക്. ശരി, ഞാൻ കുടിക്കാം. ഇതെന്നെ ചോറിന് വിഷം മാത്രമേ ഉള്ളൂ, കറിയില്ലേ? ആദ്യം അത് കഴിക്ക്. ഇത് കഴിഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി തരും. ഏകദേശം കാറ്റ് പോകാറായി. ഇനി കാഞ്ചനമാല കഴിക്ക്. അയ്യേ, എനിക്ക് വേണ്ട. എനിക്ക് വിഷം ഇഷ്ടമല്ല. കാഞ്ചനമാല, നീ പറഞ്ഞിട്ടല്ല ഞാൻ കുടിച്ചത്. എന്നിട്ട് നീ എന്താ എന്നോട് ഇങ്ങനെ? ഒരു പെണ്ണ് പറഞ്ഞാൽ ഈ ആണുങ്ങൾ എന്തും ചെയ്യും. ഞാൻ പോവാ. ഇതാ പറയുന്നത്, ഒരു പെണ്ണിനെയും വിശ്വസിക്കില്ലേന്ന്. ഇവക്കൊന്നും വാക്കല്ല കൊടുക്കണ്ട, പ്രാക്ക. കാരണം പ്രാക്കാണ് ഏറ്റവും വലിയ സത്യം. എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമ എത്ര നല്ല ഒരു ഭയങ്കര ഒരു സിനിമയാണ്. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ആക്കി. ഇത് കണ്ടിട്ട് പലരും ഇങ്ങനെ കരയുന്നുണ്ടാവും അല്ലെ? പ്രാക്കാണ് ഏറ്റവും വലിയ സത്യം എന്നൊക്കെ.
ബട്ട് ഇറ്റ്സ് ഒരു ഹ്യൂമർ സെൻസിൽ എടുത്താൽ മതി. ബിക്കോസ് ഇത് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ലക്ഷ്മി, സപ്പോർട്ട് ചെയ്യാനായിട്ട് ലക്ഷ്മിയുടെ കൂടെ ഉള്ളത് ആരാണ്? എവിൻ. എവിൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തോ? എവിടെങ്കിലും തെറ്റിച്ചോ എവിൻ? ഒരു ഡയലോഗ്, ആ ഫോൺ എറിയുന്ന സമയം, ആ ഫോൺ എറിയുന്ന ടൈമിംഗ് തെറ്റിയായിരുന്നോ? ഒന്നുമില്ല. അപ്പൊ 10ൽ എത്ര മാർക്ക് കൊടുക്കാം എവിന്? 10 out of 10 കൊടുക്കാലോ? ഓക്കെ. അപ്പം എവിൻ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. കൈയൊക്കെ കഴിക്കോ. അപ്പം ലക്ഷ്മിയുടെ സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ആണ്. അപ്പൊ ലക്ഷ്മിയുടെ ഫാമിലി വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഇൻവൈറ്റ്. അല്ല, എവിടെയോ കണ്ടു പരിചയമുള്ളൊരു മുഖമാണുള്ളത്. എപ്പ വിശന്നാലും ഈ മുഖം തെളിയില്ല മുഖമാണ് ഞാൻ ഓർക്കുക. ബിക്കോസ് ബൈ ദ ബൈ, ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം രാധാകൃഷ്ണൻ സാർ എന്ന് വിളിക്കും. നല്ലൊരു കൈയടി. എങ്ങനെയാണ്? ലക്ഷ്മിയുടെ ആരാണ്? ലക്ഷ്മിയുടെ അമ്മയുടെ മാമൻ. അമ്മയുടെ മാമനാണ്. ഓക്കെ. ആൻഡ് ഇത് ആരാണ്? ഇത് ഏകദേശം എന്റെ അതേ മുടി. ഇത് എന്ത് പേരെന്താന്ന്? എന്താ പേര്? എന്ത്? ഇത് വേറെ ഏതോ ഭാഷയാണ്, നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു ഭാഷയാണ് കുട്ടി മിണ്ടുന്നത്. വാട്ട് ഈസ് യുവർ നെയിം? My name is Gauri Nandashekar. ഗൗരി. ഗൗരി ഈസ് ഗൗരി ആരാണ്? ലക്ഷ്മിയുടെ ചേച്ചി. ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മള് ചേച്ചീനെ. ഇത്രയും ദിവസം പറഞ്ഞില്ലല്ലോ ഒരു ചേച്ചി ഉണ്ടെന്ന്. ഇത് പറഞ്ഞില്ല ഞങ്ങളുടെ അടുത്ത് ചേച്ചി ഉണ്ടെന്നുള്ള കാര്യം. ഇത്രയും സുന്ദരിയായ ഒരു ചേച്ചി ഉണ്ടെന്ന് അത് എന്നോട് ചോദിക്കുമ്പോഴല്ലേ ഞാൻ പറയുന്നത്. അപ്പൊ ചോദിച്ചില്ലെങ്കിൽ നീ പറയില്ല? ഇല്ല. എക്സ്ക്യൂസ് മീ, അമ്മയുടെ പേരെന്താണ്? ഉമ്മ തരാനല്ല പറഞ്ഞത്. അമ്മയുടെ പേരെന്താണ്? എനിക്ക് ഉമ്മ വേണ്ട ഇപ്പൊ. ഊമയാണോ? അയ്യോ, ഉമ്മയാണോ ഊമയാണോ? അമ്മയുടെ പേരാണ് ഉമ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു കട്ട്റൂമിന്റെ ജേർണി എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണാം. ഒരു ചെറിയ വീഡിയോ ഉണ്ട് ലക്ഷ്മിയുടെ, ഒരു റീക്യാപ്പ് പോലെ. ഓക്കെ. ലക്ഷ്മി നന്ദാശേഖർ നമ്മുടെ പാവക്കുട്ടിയാണിത്. കുട്ടിക്കേട് അണ്ണിവിറ്റ. ഞാൻ എന്താണ്, ഏതാണ്, എങ്ങനെയുള്ളവളാണ് എന്ന് നിങ്ങൾക്കറിയില്ല. കാർത്തുമ്പി. ആരും കാർത്തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. ಕೊಲತ ತಂಬರಾಟಿಯಾಡೋ ಮಾಷೆ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾವದೊಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ಕೈಯಡ അവിയല് സൂപ്പർ. Every night in my dreams I see you, I feel you. അപ്പം ലക്ഷ്മിയുടെ ഒരു ചെറിയൊരു റീക്യാപ്പ് കണ്ടല്ലോ മാളവിക. വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ലക്ഷ്മിയുടെ അഭിനയം? ലക്ഷ്മിയുടെ ഇന്റർവ്യൂ തൊട്ടാണ് ലക്ഷ്മി ഭയങ്കര നോട്ടീസ്ഡ് ആയി തുടങ്ങിയത്. പിന്നെ ലക്ഷ്മിയുടെ കുറേ പെർഫോമൻസുകൾ ഉണ്ട്, വൈറലാണ്. അപ്പം വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ലക്ഷ്മി? ലക്ഷ്മി എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മൾ റീക്യാപ്പിൽ കണ്ട പോലെ തന്നെ ലൈക്ക് ഷീ ഈസ് വെരി ടാലൻറ്റഡ്. എന്ന് വെച്ചാൽ ഭയങ്കര ക്യൂട്ട് ബേബിയാണ്. സോ എനിക്ക് ലൈക്ക് ലക്ഷ്മിയുടെ അമ്മയോട് ചോദിക്കാനുള്ളത് ലൈക്ക് എങ്ങനെയാണ് ലക്ഷ്മിക്ക് ഇങ്ങനെ ഒരു ലൈക്ക് ടാലൻ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത്? അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അഭിനയവും കുറിച്ചൊന്നും അറിയില്ല. പിന്നെ ഇവിടെ കട്ട്റൂമിൽ വന്നു, ഇവരുടെ ഗ്രൂമിങ്ങിലാണ് ഈ രീതിയിലായത്. അല്ലാണ്ട് ഡാൻസ് ക്ലാസ്സോ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ വന്നു. അപ്പോൾ ഗ്രൂമിങ്ങിലുള്ളവർക്കാണ് ഒരു വലിയ കൈയടി കൊടുക്കേണ്ടത്. നല്ലൊരു കൈയടി. ലക്ഷ്മി, നിന്റെ അകത്തുള്ള ടാലന്റ് എന്താണെന്ന് ഇവിടെ കാണിച്ചത്? ഇവര് പറയുന്നത് ഇവര് ഗ്രൂമേഴ്സ് മാത്രമാണ് നിന്നെ ഹെൽപ്പ് ചെയ്ത്. നിന്റെ അകത്തുനിന്നൊരു ടാലന്റ് വന്നില്ലേ ഇവിടെ? ഓൺ ദ വേ ആണ്. അത് ഓൺ ദ വേ എങ്ങനെയാ വരുന്നത്? ഫ്ലൈറ്റ് പിടിച്ചാണോ ട്രെയിൻ പിടിച്ചാണോ വരുന്നത്? ട്രെയിൻ പിടിച്ച്. ഇപ്പൊ മനസ്സിലായില്ലേ എന്താ ടാലന്റ് എന്ന്? മനസ്സിലായല്ലോ. സംസാരിക്കുന്നതാണ് അവളുടെ ഏറ്റവും വലിയ ടാലന്റ്. ഈ കുട്ടിക്കാലത്ത് അതെ, ഇപ്പോഴും കുട്ടിക്കാലാണല്ലോ. ഇതിനും കുട്ടിയായിരുന്നു. 1.5 വയസ്സ് കഴിഞ്ഞപ്പോൾ വീടിനടുത്തൊരു പാറയുടെ മേളിലൊരു വലിയൊരു ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിൽ, മലമേൽ എന്ന് പറയും. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പോകും. അപ്പോൾ തൊഴാൻ പോകുന്ന സമയത്തും ആ പാറപ്പുറത്ത് ഇവിടെ ഓടിച്ചാടി നടന്ന് കളിക്കും. അങ്ങനെ ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു.
പക്ഷേ ആ കല അതെന്തുവാണെന്നും ഏതാണെന്നുള്ള ഫ്ലവേഴ്സിൽ നമ്മുടെ കട്ടുറുമ്പിലെ ഗ്രൂമേഴ്സിൻ്റെ അടുത്ത് വന്ന് അവരെ ശിക്ഷണത്തിലാണ് അത് കിട്ടിയത്. ഇങ്ങനൊരു കല, ഒരു കഴിവ് കൊച്ചുമോക്കുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഇതിൻ്റെ അണിയറ പ്രവർത്തകരും പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും അങ്ങേയറ്റത്തെ നന്ദി പ്രകാശിപ്പിക്കുക. അപ്പൊ നെക്സ്റ്റ് സ്റ്റാർ ആണ് ലക്ഷ്മി. നെക്സ്റ്റ് സ്റ്റാർ ആണ്. ഇപ്പൊ ഓൾറെഡി സ്റ്റാർ ആണ്. ഇനി അടുത്ത ഹീറോയിൻ ഒക്കെ ആയിട്ട് വരും ലക്ഷ്മി. ഹീറോയിൻ ഒക്കെ ആവുമ്പോ ഞങ്ങളൊക്കെ മറക്കൂടാ. പിന്നെ ഞാൻ ഹീറോയാ. അപ്പൊ അതാരായിരിക്കും? അപ്പൊ നമുക്ക് എല്ലാവർക്കും സിനിമയിൽ റോളുണ്ട്. മാളവിക വേഗം വരൂ, സിനിമയിൽ നമ്മളെയൊക്കെ എടുത്തു. അപ്പം ലക്ഷ്മിക്ക് ഇന്നേ വരെ കിട്ടാത്ത ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ് ഞങ്ങൾ ലക്ഷ്മിക്ക് തരാൻ പോകുന്നത്. അതെന്ത് ഗിഫ്റ്റ് ആണ്? സൈക്കിൾ. പെട്ടെന്ന് ഗസ് ചെയ്തു കുട്ടികളൊക്കെ, ഭയങ്കര ബുദ്ധിയാണ്. ഈസ്റ്റേൺ നൽകുന്ന ഒരു കിഡ്ലൻ ബൈസൈക്കിൾ ആണ് ഇന്ന് ലക്ഷ്മി കുട്ടിക്ക് കിട്ടാൻ പോകുന്നത്. കാശ്രാമാണ് കൊണ്ടുവരുന്നത്. കാശി, Unlimited, co-powered by Sumix Kids Wear and Odisha Classmate Shoes and Backpacks. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.